നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുണികൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ കുറച്ച് നൈറ്റി പീസൊക്കെ എടുക്കണം. അതെല്ലാം ഇങ്ങനെ എന്തൊക്കെ എടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. തുണിക്കടയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണുകളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എത്ര ഭംഗിയായിട്ട് തുണികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കണേ. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാരിയെടുത്തു. ഇനി ഒന്നുകൂടി വരണം. ഇഷ്ടം പോലെ കളക്ഷൻസ് കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ടെക്സ്റ്റൈൽസിലെ അംഗമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ വന്നു. ഇനി എനിക്കൊരു ഫോൺ വേണം, അതിനു വേണ്ടി വന്നതാണ്. അങ്ങനെ ഫോണൊക്കെ തപ്പിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. എത്ര വില കൂടിയ ഫോണുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണിതിലൊക്കെ തന്നെയായിരിക്കും കേട്ടോ. മിക്സിയും പാത്രങ്ങളും ഇഷ്ടം പോലെ ഗിഫ്റ്റുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. എന്നാണല്ലോ അവസാനം നമ്മളൊരു ഫോൺ തപ്പിയെടുത്തു, അതുമൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് പ്രിയയുടെ വീട്ടിൽ വരെ പോവാം. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ വേണ്ട നമ്മുടെ ഐവി കുളിച്ച് സുന്ദരിയായി ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുക. കേശുവിൻ്റെ പട്ടിക്കുട്ടിയാണ് കേട്ടോ ഇത്. അടുത്ത ഇതാണ് കേശുവിൻ്റെ ആട്ടിൻകുട്ടി. ഇവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് നമ്മുടെ ആട്ടിൻകുട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കൂട്ടുകാരായി ഈ പട്ടിക്കുട്ടി ആട്ടിൻകുട്ടിയല്ല. പിന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഇന്നത്തെ ഡേ സൂപ്പറായി പോച്ച്.